തകർന്നുകിടന്ന ക്ഷേത്രക്കുളത്തിന്റെ നവീകരണ പദ്ധതികൾക്കായി തുക അനുവദിച്ച് ജലവിഭവ വകുപ്പ്. വടാട്ടുപാറ പൊയ്ക ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ ക്ഷേത്രക്കുള പുനർനിർമ്മാണത്തിനായിട്ടാണ് തുക അനുവദിച്ചത്. നിർമ്മാണോദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. കാലങ്ങളായി തകർന്നുകിടന്ന ക്ഷേത്രക്കുളത്തിന്റെ പുനർനിർമ്മാണത്തിന് ഇതോടെ തുടക്കമാവുകയാണ്. വടാട്ടുപാറ പൊയ്ക ശ്രീ മഹാദേവ ക്ഷേത്രക്കുളത്തിന്റെ കാലങ്ങളായുള്ള ദുരവസ്ഥയ്ക്ക് ഇതോടെ മാറ്റം കൊണ്ടുവരാനുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സമീപ പ്രദേശങ്ങളിലേക്ക് വെച്ച് ഏറ്റവും വലുതും വിസ്തൃതിയേറിയതുമായ കുളമാണ് ഇത്. കടുത്ത വേനലിലും കുളം നിറഞ്ഞു നിൽക്കുന്ന ജലവിധാനവും ഒരു കാലത്ത് ഉണ്ടായിരുന്നു. എന്നാൽ ആവശ്യമായ സംരക്ഷണം ലഭിക്കാത്തതുമൂലം കുളം നാശോന്മുഖമായിരുന്നു. എന്നാൽ ഏതാനും മാസം മുൻപ് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനെ നേരിൽ കണ്ട് ആവശ്യമുന്നയിച്ചതോടൊപ്പം കുളത്തിന്റെ നവീകരണത്തിനായി 50 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ആദ്യഘട്ടമെന്നോണം ക്ഷേത്രക്കുളത്തിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ക്ഷേത്രക്കുള നവീകരണവും നടത്തുന്നതിലേക്ക് വേണ്ടി ഞങ്ങൾ ഗവൺമെന്റിലേക്ക് ഒരു പ്രപ്പോസൽ കൊടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മൈനർ ഇറിഗേഷനിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഫേസ് 1 എന്ന നിലയ്ക്ക് 50 ലക്ഷം രൂപ സാങ്ഷനായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് പണികൾ ആരംഭിച്ച് ഉടനെ തന്നെ ഇത് ഒരു പൂർവ്വ രീതിയിലേക്ക് എത്തിക്കത്തക്ക രീതിയിലാണ് നമ്മളുടെ ശ്രമവും. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു നല്ല രീതിയിലുള്ള സഹകരണവും ഇടപെടലും ഞങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ക്ഷേത്രകുളത്തിന്റെ ചുറ്റും നടപ്പാത നിർമ്മാണം, ഹാൻഡ് റെയിൽ ഘടിപ്പിക്കുക എന്നീ ജോലികൾ 2ഉം 3ഉം ഘട്ടങ്ങളിലായി നടത്താനാണ് ഉദ്ദേശം. ചടങ്ങിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. അല്പം കാലതാമസം വന്നിട്ടാണെങ്കിൽ കൂടിയും ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മളിതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഈ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ വടാട്ടുപാറയിൽ ഒരു ചടങ്ങിനെത്തുമ്പോൾ അതിനു മുന്നേ അദ്ദേഹത്തെ തിരുവനന്തപുരത്തടക്കം വന്ന് ഇവരെല്ലാം കാണുകയും ഞങ്ങൾക്ക് ഒരുമിച്ച് പോയി ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു. ഇവിടെ വടാട്ടുപാറയിൽ വരുന്ന ഘട്ടത്തിൽ വീണ്ടും ഈ ഒരു ആവശ്യം ഉന്നയിക്കുകയും അവിടെ ആ വേദിയിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം 1ാം ഘട്ടമായി 50 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും അതിപ്പോൾ സമയബന്ധിതമായി തന്നെ നമ്മളിതിൻ്റെ സാങ്കേതിക നടപടികളൊക്കെ പൂർത്തീകരിച്ച് ഇപ്പോൾ വർക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി ലാലു CT സ്വാഗതം ആശംസിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് US കൃതജ്ഞത അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.